തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ട് തിരുവനന്തപുരത്തെന്ന് കോൺഗ്രസ് നേതാവ് അനിലക്കരയുടെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി മാത്രം സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റിയെന്നാണ് അനിലക്കരയുടെ ആരോപണം വന്നിരിക്കുന്നത്. ഇന്നലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക പുറത്തുവന്ന്. സൂരജ് സജീവ് വിവരങ്ങൾ നൽകാൻ തൃശൂരിൽ നിന്ന് തത്സമയം. സൂരജ് പറയും. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെയാണ് തൃശ്ശൂരിലും വലിയ രീതിയിൽ വോട്ട് ക്രമക്കേട് ആരോപണം LDFും UDFും ഉയർത്തിയിരുന്നത്. ആ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിക്കാട്ടിയ കാര്യം സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി, തൃശ്ശൂരിലേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു ആരോപണമായി ഇവർ ഉയർത്തിയിരുന്നത്. സത്യവാങ്മൂലത്തിലടക്കം സ്ഥിരതാമസക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു, ക്രമക്കേട് നടത്തി എന്ന് തുടങ്ങി TN പ്രതാപൻ അടക്കം നേരത്തെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമ്മീഷണർ അടക്കം പരാതി നൽകിയതാണ്. ഈ പരാതിയിന്മേൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അന്തിമ വോട്ടർ പട്ടിക ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. ഈ വോട്ടർ പട്ടികയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്താണ് വോട്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ രേഖകളാണ് ഇപ്പോൾ അനിലക്കര പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ശാസ്തമംഗലത്തെ 41-ാം വാർഡിലാണ് സുരേഷ് ഗോപിക്കും കുടുംബാംഗങ്ങൾക്കും വോട്ട്. അങ്ങനെ ഇരിക്കെ തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റിയത് ചട്ടവിരുദ്ധമാണ്. സത്യവാങ്മൂലത്തിലടക്കം തെറ്റിദ്ധാരണ പരത്തി. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ കമ്മീഷണർ നടത്തുന്ന അന്വേഷണത്തിൽ നിർണായക തെളിവായി ഇത് മാറും എന്നുള്ളതാണ് അനിലക്കര ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വോട്ടർ പട്ടിക അടക്കം പുറത്തുവിട്ടുകൊണ്ട് തൃശ്ശൂരിലും വോട്ട് ക്രമക്കേട് നടന്നുവെന്ന ആരോപണം കോൺഗ്രസ് കടുപ്പിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.